റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നൊരു പ്രത്യേക വിഷയമാണ്. എല്ലാ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും ഇത് ശ്രദ്ധിക്കണമേ എന്ന് പ്രാരംഭമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്കേവർക്കും അറിയാം, വെഞ്ഞാറമൂട് കൂട്ടക്കൊല എല്ലാവരെയും ഞെട്ടിച്ച അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ച ഒരു വലിയ സംഭവമാണ്. ഇതിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മിക്ക കുടുംബങ്ങളിലും ഒന്നുകിൽ പിതാവ് വിദേശത്തായിരിക്കും, മാതാവും കുഞ്ഞുങ്ങളുമായിരിക്കും ഭവനത്തിലുണ്ടാവുക. എന്നാൽ സത്യത്തിൽ പിതാവ് എത്രമാത്രം കഠിന ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത് ഭവനത്തിലായിരിക്കുന്ന മാതാവിനോ കുഞ്ഞുങ്ങൾക്കോ അറിയാൻ കഴിയുകയില്ല. മിക്കവാറും അവർക്കറിയില്ല. എന്നാൽ ഓരോ വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളാണെങ്കിൽ ഉടനെ ഡാഡി എനിക്ക് പണം വേണം, ഇന്ന ആവശ്യത്തിന് എനിക്ക് പണം വേണം എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഡാഡി അറിയിക്കുന്നു. അല്ലെങ്കിൽ ഭവനത്തിലായിരിക്കുന്ന മാതാവാണെങ്കിലും ഇന്ന കടമുണ്ട്, ഇന്ന കഷ്ടമുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണം ചോദിക്കും. പക്ഷേ അന്യനാട്ടിലായിരിക്കുന്ന പിതാവ് എന്താ ചിന്തിക്കുന്നറിയാമോ? അവർ കഷ്ടത്തിലാണ്, അവർ ചോദിച്ചതിനേക്കാൾ അല്പം കൂടെ അധികമായി അവർക്ക് കൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തണം എന്ന് വിചാരിച്ച് പിതാവ് അവർക്ക് അധികമായി പണം കൊടുക്കും. പ്രിയരെ, കുഞ്ഞുങ്ങൾ കഷ്ടം എന്താണെന്ന് തിരിച്ചറിയാതെയാണ് അവർ ജീവിക്കുന്നത് തന്നെ. അവർ കൂട്ടുകാരുമൊത്ത് ആ പണം ദുർവിനിയോഗം ചെയ്യുകയാണ് പതിവ്. പ്രിയരെ, ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങളിൽ പണ ഇടപാടുകൾ ഉണ്ടാകുന്നു എന്നതാണ് നമുക്കവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് തന്നെ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളെ അവരെന്ത് ചെയ്യുന്നറിയാമോ? രഹസ്യമായി സൂക്ഷിക്കാനായിട്ടൊരു ഭവനത്തിലായിരിക്കുന്ന മാതാവിനോട് അല്ലെങ്കിൽ മമ്മിയോട്, അമ്മയോട് ഈ കാര്യങ്ങളൊന്നും അവർ ഷെയർ ചെയ്യില്ല, പിതാവിനോടും ഷെയർ ചെയ്യത്തില്ല. അവർ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും? രഹസ്യമായി സൂക്ഷിക്കും. അപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിനകത്ത് എന്താണ് അവർ ചിന്തിക്കുന്നത് പോലും മറ്റൊരുത്തർക്കും അറിയാൻ കഴിയാതെ ആ കുഞ്ഞുങ്ങൾ ജീവിക്കുകയാണ്. ഭവനത്തിൽ അവർ ജീവിച്ചു പോരുകയാണ്. പ്രിയരെ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, പലപ്പോഴും കുഞ്ഞുങ്ങൾ അവരുടെ ലോകത്താണ്. അത് മാതാപിതാക്കൾ മറന്നു പോകരുത്. കുഞ്ഞുങ്ങൾ അവരുടെ ലോകത്താണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഈ തിരക്കിനിടയിൽ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴും കോളേജ് വിട്ട് വരുമ്പോഴും ഒക്കെ ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് കുഞ്ഞുങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ മാതാപിതാക്കൾ മറന്നു പോകരുത്. കുഞ്ഞുങ്ങളോട് ചോദിക്കണം, മോൻ ഇന്ന് ആരോടാണ് പോയിട്ട് വന്നത്, അല്ലെങ്കിൽ മോൻ്റെ കൂട്ടുകാരാരൊക്കെയാണ്, എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചത്, ക്ലാസ്സിൽ മോനെ ചോദിച്ചതിനൊക്കെ ആൻസർ പറയാൻ കഴിഞ്ഞോ, മോൻ മിടുക്കനാണോ, മോൻ പഠിക്കുന്നതൊക്കെ മോന് മനസ്സിലാകുന്നുണ്ടോ, മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങി അവരുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്ന് അവരുമായിട്ട് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മളിതൊക്കെ ഷെയർ ചെയ്യണം. അവരുമായിട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അവർക്ക് എന്തൊക്കെയാണ് അവർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുള്ളത് നമുക്കും തിരിച്ചറിയുവാനായിട്ട് കഴിയുള്ളൂ. കുഞ്ഞുങ്ങൾ നമ്മളോട് തുറന്ന് പറയുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, കഷ്ടങ്ങളെ, അതായത് വീട്ടിലെ കഷ്ടങ്ങൾ, വീട്ടിലെ പ്രയാസങ്ങൾ ഒക്കെ തിരിച്ചറിഞ്ഞ് വളരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിശ്ചയമായും ഒരു 10 പൈസ പോലും അവർ അനാവശ്യമായി ചിലവഴിക്കത്തില്ല. ചില പിതാക്കന്മാരാകട്ടെ, അമ്മമാരാകട്ടെ കുഞ്ഞുങ്ങളോട് ഈ കഷ്ടങ്ങളൊന്നും അവർ ഷെയർ ചെയ്യത്തില്ല. അവർ ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് പ്രതികൂല മേഖലകൾ അവരുടെ ജീവിതത്തിലുണ്ട്. ഒരുപാടുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ കുഞ്ഞുങ്ങൾ അറിയരുതെന്ന് പറഞ്ഞ് മൂടി വെച്ച് അവരെ വളർത്തും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ കയ്യിൽ കിട്ടുന്ന പണം അവർ അനാവശ്യമായി ചിലവഴിച്ചുകൊണ്ട് അവർ വലിയൊരു പണക്കാർ വീട്ടിലെ കുഞ്ഞുങ്ങളെപ്പോലാണ് അവർ ജീവിച്ചു വരുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെന്നുള്ളത് അവർ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോവുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, അത് മാത്രമല്ല മാതാപിതാക്കൾ ചെയ്യേണ്ടെന്ന് മറ്റൊരു കാര്യമുള്ളത്, എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട്, ഒരു പക്ഷേ അവർ ദൂരെയായിരിക്കും പഠിക്കുന്നത്, അവർ ജോലി ചെയ്യുന്ന ദൂരെയായിരിക്കും, നമ്മളിന്ന് ഒത്തിരി ദൂരെയായിരിക്കും. പക്ഷേ അവർക്ക് കോൾ ചെയ്യണം, അവരെ വിളിക്കണം. രാവിലെ ആണെങ്കിൽ അവരെ വിളിക്കണം, പ്രഭാതത്തിൽ വിളിച്ചിട്ട് ചോദിക്കണം, മോളെ പ്രാർത്ഥിച്ചാണോ എഴുന്നേറ്റത്,
വേദപുസ്തകം വായിച്ചോ, പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ മോൾ തക്ക സമയത്ത് കഴിച്ചോ എന്നൊക്കെ ചോദിക്കണം പ്രിയരെ. അതൊക്കെ ചോദിച്ച് കുഞ്ഞുങ്ങളുടെ ആ വിഷയങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യാനായിട്ട്, കുഞ്ഞുങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ഒരുങ്ങും. നമ്മൾ ചോദിക്കാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലുമാണ് വരുന്നത്. ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ജീവിച്ചാൽ മതി, അവർക്ക് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോയാൽ മതി എന്നുള്ള ചിന്ത അവരിലുണ്ടാകും. മാത്രമല്ല, ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മളൊരു ബന്ധം മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത കുടുംബങ്ങളിലാണ് വലിയ അനിഷ്ട സംഭവങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത് എന്നത് മറന്നു പോകരുത്. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പിന്നെ കുഞ്ഞുങ്ങളെ കുറേ കാര്യങ്ങൾ ഉപദേശിക്കണം. മോനെ ആരുമായിട്ട് വഴക്കുണ്ടാക്കരുത്, മോളെ ഒരുത്തരോടും വഴക്കും വല്ലതും ഉണ്ടാക്കരുത്, ആരെന്ത് ചോദിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതാണ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഒരു ഉപദേശിക്കുവാനുള്ളത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ആരെങ്കിലും വഴക്കിന് മലിന വരികയാണോ അവിടെ നിൽക്കരുത്. അവരുമായിട്ട് അനാവശ്യമായിട്ടാണ് ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ നമുക്ക് വേണ്ട. അനാവശ്യ കൂട്ടുകെട്ടുകൾ, ഫ്രണ്ട്സ് വേണ്ട. നമുക്ക് ദൈവമക്കളെ മതി. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവരെ ചേർത്ത് പിടിക്കണം. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട്. പ്രിയരെ, ഇങ്ങനെ ഒരു നല്ല തലമുറയെ നമ്മൾ വാർത്തെടുക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടണം. ഒരു പക്ഷേ നമ്മൾ വിളിച്ച വരാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ അരികിൽ പോയിരുന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലത്തോട് ഇടപെടും. കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വഭാവം ദൈവം തരും, ദൈവ ഭയത്തെ കർത്താവ് തരും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുവാൻ നമ്മളെല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.